ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ് ഇരുന്നിട്ട് ദുആ ഇട്ട് തുടങ്ങും. പടച്ചോനെ ഒന്ന് തീർന്നിട്ടാ പോകായിരുന്നു, അങ്ങനെ ഒക്കെ പെട്ടെന്ന് നിർത്തിക്കൊള്ളണം. അങ്ങനെ തന്നെയാണ് പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടിയ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രധാനപ്പെട്ട മഹാനായ അവിടുത്തെ ഒരു ശിഷ്യനോട് ഒരിക്കൽ ആ ഫത്താനുണ്ട് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, ദേശം നീട്ടി നിസ്കരിച്ച കാരണത്താൽ. അപ്പൊ അതുകൊണ്ട് ഇതല്ല, ഇത് മൂപ്പർ ഒറ്റക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരം ഒക്കെ കഴിഞ്ഞു ആളുകളൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇനി പാത്രത്തിലാ ചോറ് വരിക. ഇർഫാനികൾക്ക് പാത്രത്തിൽ ചോറ് നിങ്ങൾ ജോലി ചെയ്യുന്ന പള്ളിയിലേക്ക് അങ്ങോട്ട് എത്തിച്ചു വരും. ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വിത്ർ പോരൊന്ന് നിസ്കരിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഉറങ്ങി എഴുന്നേറ്റിട്ട് സുബഹിന് മുമ്പ് വേണമെങ്കിൽ തഹജ്ജുദ് ഇഷ്ടം പോലെ വേറെ നിസ്കരിക്കാം. അതൊക്കെ നീട്ടി നിസ്കരിക്കാം. ദുഹാ നിസ്കരിക്കാൻ ഒറ്റക്ക് നീട്ടി നിസ്കരിക്കാം, ഒരു തകരാറുമില്ല. അതേപോലെ ഇവിടെ അബൂ ജഅഫർ തങ്ങള് നീട്ടി അങ്ങ് നിസ്കരിച്ചു. അപ്പൊ കാണാൻ വേണ്ടി വന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്റൂഖുൽ ഖൈറുവാനി അവിടെ കാത്തിരിക്കാൻ തുടങ്ങി. ഒരുപാട് നിസ്കാരം നീണ്ടുപോയപ്പോ അദ്ദേഹത്തിന്റെ ഇരുത്തവും വല്ലാതെ ദീർഘിച്ചു. ഫലമ്മൻ സഹാ മിൻ സ്വലാത്തിഹി, നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, യാ അബാ ജഅഫർ, അബൂ ജഅഫർ തങ്ങളെ, ഞാൻ എത്ര സമയം നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത്രയൊന്നും അധ്വാനിച്ചോളണമെന്നില്ല, ഇത്രയൊക്കെ നിസ്കരിച്ചോളണമെന്നില്ല, കുറച്ചൊക്കെ നിസ്കരിച്ചാൽ തന്നെ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. ഇത്രയൊക്കെ പാടുപെട്ടിട്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന വിധത്തിലുള്ള നിസ്കാരവും പരിപാടിയൊന്നും വേണ്ട, അങ്ങനെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ മഹാൻ അബൂ ജഅഫർ ഖൈറുവാനിയോട് തിരിച്ചു ചോദിക്കുന്നു, യാ മിസ്കീൻ, എടോ മിസ്കീനായ സാധു മനുഷ്യ. മിസ്കീൻ എന്നതിന് പണമില്ലാത്ത സാധുക്കൾക്കും മിസ്കീൻ എന്ന് പറയും, തിരിയേണ്ട സംഗതികളൊക്കെ തിരിയാത്തവർക്കും മിസ്കീൻ എന്നൊരു പ്രയോഗമുണ്ട്. ആ അർത്ഥത്തിലുള്ള വിളിയാണ് യാ മിസ്കീൻ. ലൗ ദുഖ്ത ഹലാവത അല്ലാഹു അക്ബർ വലദതഹാ ലമാ ലുംത ഫി തഅബി മിനൽ ഇസ്തിക്സാരി മിൻഹാ. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരൊറ്റ തക്ബീറിന്റെ ലവ്വത്ത്, അതിന്റെ രസം നിനക്ക് അനുഭവിക്കാൻ പറ്റിയാൽ നീ ആ അല്ലാഹു അക്ബർ ആവർത്തിച്ചുകൊണ്ടുള്ള അതുപോലെ വേറെ പല രസങ്ങളുമുള്ള നിസ്കാരം ചുരുക്കാൻ നീ പറയില്ല. നിസ്കാരം കൂടിപ്പോയതിന്റെ പേരിൽ നീ ആക്ഷേപിക്കൂല. ബഹുമാനപ്പെട്ടവരെ വാചകം കണ്ടോ? ലൗ ദുഖ്ത ഹലാവത അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ രസം, ആ രസമെങ്ങനെ നിനക്ക് കിട്ടിയാ നീ ഇത് വിടൂലടാ. അങ്ങനൊരു സംഭവം ഉണ്ടേന്. ഈ പരടെ എനിക്ക് ആ രസമുണ്ടോ? ഇല്ല. നമ്മിൽ പലർക്കും ഇല്ല. ഇല്ലാതായി പോയത് എന്തുകൊണ്ട്? ഇബാദത്തിന്റെ ഇസ്തിൽവാദ് എന്ന് പറയുന്ന ആ സംഗതി ജനിക്കണമെങ്കിൽ ഖൽബിൽ ഹലാവത്തുൽ ഈമാൻ വേണം. ഹലാവത്തുൽ ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അല്ലാഹു ആയിരിക്കണം. വേറെ ആരൊക്കെ നമ്മൾ സ്മരിക്കുന്നതിൽ കൂടുതൽ, ആരെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിൽ കൂടുതൽ നാം പറയുകയും മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്നത് അല്ലാഹു ആകണം.